കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരിയിൽ നിന്ന് ലഹരി കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. മേപ്പാടി സ്വദേശിയായ അശ്വതി ഹാഷിഷ് ഓയിൽ എത്തിച്ചത് ആസൂത്രിതമായിട്ടാണെന്നാണ് കണ്ടെത്തൽ. മോഷണക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭർത്താവിന് നൽകാനായിരുന്നു ലഹരി കയ്യിൽ സൂക്ഷിച്ചിരുന്നത്. ഭർത്താവിന്റെ സുഹൃത്താണ് യുവതിക്ക് ഹാഷിഷ് ഓയിൽ നൽകിയത്. ഭർത്താവിനെ കോടതിയിൽ എത്തിക്കുമ്പോൾ തന്ത്രപരമായി ലഹരി കൈമാറാനായിരുന്നു നീക്കം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ഭർത്താവ് ജയിലിലാണ്, പക്ഷെ യാതൊരു കുറവും വരരുത് എന്ന നിർബന്ധ ബുദ്ധിയോ? അതേ മാധു, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി അശ്വതിക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇങ്ങനെ ഹാഷിഷ് ഓയിൽ കയ്യിൽ സൂക്ഷിച്ചു വെക്കാൻ കാരണമായതും. അശ്വതിയുടെ ഭർത്താവ് സക്കറിയ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഇയാൾക്ക് ലഹരിയില്ലാതെ കഴിയില്ല, പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അങ്ങനെയാണ് അവിടെ വെച്ച് പരിചയപ്പെട്ട് സുഹൃത്തായ ഒരാളോട് തനിക്ക് ലഹരി എത്തിക്കാൻ ഭാര്യ ചട്ടം കെട്ടണം എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു പദ്ധതി ഈ സക്കറിയ തയ്യാറാക്കുന്നത്. അങ്ങനെയാണ് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ അശ്വതിക്ക് ഈ ഭർത്താവിന്റെ സുഹൃത്തായ അയാൾ ഈ ലഹരി കൊണ്ടുപോയി കൊടുക്കുന്നത്. ചെറിയ അളവ് ഹാഷിഷ് ഓയിലാണ് കൊടുത്തത്. അങ്ങനെ ഈ ഹാഷിഷ് ഓയിൽ ചെറിയ വെളിച്ചെണ്ണയുടെ ബോട്ടിലാക്കി അശ്വതി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഒരു ബ്രാൻഡഡ് വെളിച്ചെണ്ണയുടെ ബോട്ടിലായിരുന്നു. അപ്പോൾ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാത്ത തരത്തിലായിരുന്നു അശ്വതി ഇത് കൈവശം വച്ചിരുന്നത്. എപ്പോഴെങ്കിലും കോടതിയിലേക്കൊക്കെ ഈ സക്കറിയെ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ അപ്പോൾ കൈമാറാം എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെയാണ് ഇവർ അശ്വതി ഇത് കൈവശം വെച്ചുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് പ്രസവ വാർഡിലാണ് ഈ അശ്വതി കൂട്ടിരിപ്പുകാരിയായി പോയത്. ചിലർക്കൊക്കെ സംശയം തോന്നുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും അങ്ങനെ പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഈ ഹാഷിഷ് ഓയിൽ കണ്ടെടുക്കുന്നതും 2 കുപ്പികളിലായി 60 ഗ്രാമോളം ഹാഷിഷ് ഓയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ തന്ത്രപരമായി ആസൂത്രിതമായാണ് ഈ ഹാഷിഷ് ഓയിൽ കൈവശം സൂക്ഷിച്ചത്. അത് ഭർത്താവ് തന്നെ പറഞ്ഞതനുസരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ഹാഷിഷ് ഓയിൽ. ഏതായാലും ഇങ്ങനെ ഏതൊക്കെ മാർഗങ്ങളിൽ ജയിലിലേക്കൊക്കെ ഇത്തരം ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം മാധു. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ അശ്വതിയുടെ കേസ് ഏതായാലും വരുന്നത്. നിലവിൽ ഇപ്പോൾ കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അശ്വതിക്ക് ഹാഷിഷ് ഓയിൽ എത്തിച്ചു നൽകിയ ആളെ കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുകൂടി അത് ഊർജിതമായി തുടരുന്നുണ്ട്. മറ്റു വഴികളിലേക്ക് കൂടി ഈ അന്വേഷണം എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ എങ്ങാനും കിടന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല, അവിടേക്ക് ലഹരി കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ.